ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 35 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 21 കേസുകൾ അവസാനിപ്പിച്ച് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ്. ബാക്കി 14 കേസുകളുണ്ട്. ആ 14 കേസുകളുടെ അവസാനിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് പോലീസ്. ഈ 35 കേസും ഒരു ജഡ്ജിൻ്റെ മുമ്പിൽ മൊഴി കൊടുത്ത, റിട്ടയർഡ് ജഡ്ജിൻ്റെ, ഹൈക്കോടതി ജഡ്ജിൻ്റെ മുമ്പിൽ മൊഴി കൊടുത്ത ഒരു കേസ്, അത് ആ പരാതിക്കാരി ഇപ്പോൾ മൊഴി ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ സഹായിക്കാൻ അവർ വരുന്നില്ല, അവർക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലീസിൻ്റെ അവസ്ഥ എന്താണ്? ഇന്ത്യയിലെ പൗരനും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നത് പോലീസാണ്. ഓരോ കേസെടുത്താലും ശരി, ആ കേസിൻ്റെ വാദി പോലീസാണ്. പരാതി കൊടുക്കുന്ന ആൾ ഒന്നാം സാക്ഷിയായിട്ട് വരുള്ളൂ. കോടതിയിലെ കേസ് നടത്തുന്നതും അത് ഇന്ത്യൻ പൗരനെ ഒരാളെ ഉപദ്രവിച്ചെന്നോ റേപ്പ് ചെയ്തെന്നോ അവരെ സ്ത്രീത്വത്തെ അവമാനിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒരു കേസ് വന്നാൽ അതൊരു കോഗ്നിസബിൾ ഒഫൻസാണ്. അതിൻ്റെ വാദി യഥാർത്ഥത്തിൽ SHO ആണ്, കൺസേൺഡ് SHO ആണ്. അദ്ദേഹമാണ് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വാദിക്ക് താല്പര്യമില്ലെങ്കിലും ശരി, താല്പര്യം ഉണ്ടെങ്കിലും ശരി, കേസുമായിട്ട് SHO മുന്നോട്ട് പോകും. അത് നിയമപരമായി പോലീസിന് അത് ക്ലോസ് ചെയ്യാൻ കഴിയില്ല. ഒരാളെ കാല് വെട്ടിയെടുത്തുകൊണ്ട് പോയി, അയാൾ പറയും എനിക്ക് പരാതിയില്ല, എൻ്റെ കാല് വെട്ടിക്കൊണ്ട് പൊക്കോട്ടെ. അത് 326 ഗ്രീവസ് ആക്ടാണ്. അത് പോലീസിന് കണ്ണടയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ രാജ്യത്തെ നിയമവ്യവസ്ഥ നിലനിർത്തുന്നത് ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. അവർക്ക് തോന്നിയാസം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരാളെ ചെറിയ മൈനർ ഒഫൻസ് ആയാലും മേജർ ഒഫൻസ് ആയാലും ശരി, അതിൻ്റെ വാദി പോലീസാണ്. അതിനകത്ത് കോടതി പരിശോധിക്കട്ടെ. വാദിക്ക് താല്പര്യമില്ലെങ്കിലും ചിലപ്പം കോടതി ശിക്ഷിച്ചെന്ന് വരും. കാരണം കോടതി നോക്കുന്നത് ഒഫൻസ് നടന്നോ ഇല്ലയോ എന്നുള്ളത്. ആ ഒഫൻസ് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണോ, എടുക്കാവുന്ന കുറ്റമാണോ? അങ്ങനെയെങ്കിൽ കോടതി ആ കേസുമായിട്ട് മുന്നോട്ട് പോകും. പോലീസ് കേസെടുത്ത് കൊടുത്താൽ മതി. അതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ തെളിവ് നോക്കിയിട്ട് കോടതി നിശ്ചയിച്ചോളും. ചിലപ്പം കോടതി അക്വിറ്റ് ചെയ്യും, വെറുതെ വിട്ടേക്കും. പക്ഷെ ഒരു പൗരനെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പൗരനെ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ അതിനകത്ത് വാദി ഗവൺമെൻറ് തന്നെ, പരാതിയായിട്ട് വരുന്ന ആൾ ഒന്നാം സാക്ഷി. ആ കേസിനകത്ത് അവർക്ക് താല്പര്യമില്ലെങ്കിലും ചിലപ്പം കോടതി ശിക്ഷിച്ചെന്ന് വരും. ഇവിടെ ഇപ്പം 35 പേരോളം മൊഴി കൊടുത്തിട്ടുണ്ട്. അത് തങ്ങളെ പീഡിപ്പിച്ചെന്നാകാം, അല്ലെങ്കിൽ തങ്ങളുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളും തങ്ങളെ അവഹേളിച്ചെന്നാകാം, അല്ലെ തങ്ങളെ കയറി പിടിച്ചെന്നാകാം, തങ്ങളോട് മോശമായിട്ട് പെരുമാറിയെന്നാകാം, ചീത്ത വിളിച്ചെന്നാകാം, ദേഹത്ത് സ്പർശിച്ചെന്നാകാം. ഇതെല്ലാം തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാദി പോലീസ് തന്നെ. അതുപോലെയുള്ള കേസുകൾ 3 വർഷത്തെ, ഇപ്പോൾ ഈ പറഞ്ഞ ഒഫൻസൊക്കെ മിക്കവാറും സിനിമാ രംഗത്ത് നടക്കുന്ന ഒഫൻസല്ല 7 വർഷത്തിന് മുകളിൽ ശിക്ഷ അനുഭവിക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക, അറ്റംപ്റ്റ് ചെയ്യുക, പീഡനത്തിന് ശ്രമിക്കുക, അവരുടെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വിളിച്ചു പറയുക, അവരുടെ വസ്ത്രം അഴിച്ചു മാറ്റുക, അവർ ചിലപ്പം ഒയൂറിസം ആകാം, ചിലപ്പോൾ സ്റ്റോക്കിംഗ് ആകാം. ഏത് കാണിച്ചാലും ശരി അത് 7 വർഷത്തിന് മുകളിലോട്ട് ശിക്ഷ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അത് പോലീസിന് ഒളിച്ചു വെക്കാൻ പറ്റില്ല, ഒരു കക്ഷിക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. ഇവിടെ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിൻ്റെ മുമ്പിൽ പോയി 35ഓളം പേര് മൊഴി കൊടുത്തു. അതവിടെ റെക്കോർഡ് ചെയ്തു. ഒരു ഒഫൻസ് വെളിവാക്കി. ഇമ്മീഡിയറ്റ് ആയിട്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവർ ഗവൺമെൻറ് മുഖേന പോലീസ് കൊടുത്തു. പോലീസ് കേസ് എടുക്കണോ ഇല്ലയോ ഉണ്ട്, കേസെടുത്തേ പറ്റുള്ളൂ. കേസ് 35 എടുത്തു. കേസ് നടത്താൻ വാദിക്ക് ഇപ്പം താല്പര്യമില്ല. കാരണം അവർ ഇപ്പം താല്പര്യം ഇല്ലാതെ
കാരണം സാമ്പത്തികമായിട്ട് ചിലപ്പോൾ അവരെ പണം കൊടുത്ത് ഒതുക്കിയതായിരിക്കാം, ചിലപ്പോൾ സ്വാധീനപ്പെടുത്തിയതായിരിക്കാം, ചിലപ്പോൾ അവരുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു തീർത്തതാകാം. അതൊക്കെ നടത്തിക്കോട്ടെ, അത് കോടതി വെച്ച് സെറ്റിൽ ചെയ്തോളൂ. പക്ഷെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് പോലീസ് കേസെടുത്തേക്കുള്ളൂ. എവിഡൻസ് കുറവാണെങ്കിലും പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കും. കോടതിയിൽ അത് തീരുമാനിച്ചോട്ടെ. കോടതിക്ക് ഒരു കാര്യം ഉണ്ട്, ഒരാളുടെ മൊഴി മാത്രം കിട്ടിയാലും മതി ശിക്ഷിക്കാം. അത് കൃത്യമായ മൊഴി, വിശ്വസിക്കുന്ന മൊഴിയാണെങ്കിലും ശരി, സാക്ഷി വേണ്ട, ശിക്ഷിക്കാൻ പറ്റും കോടതിക്ക്. ഇവരിത് മൊഴി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശരി, ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവർ കോടതിയിൽ ഹോസ്റ്റൈലായ, മനഃപൂർവ്വം അവർ ഹോസ്റ്റൈലായെന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷിക്കാം, ബാധിയെ ശിക്ഷിക്കാം. ഇനി ഈ കേസിന് ആവശ്യമായ എവിഡൻസ് ഇല്ലാതെ പോയെങ്കിൽ അത് കേസ് അക്വിറ്റ് ചെയ്താലും ശരി, അതിന് പ്രശ്നമില്ല. പക്ഷെ ഒരിക്കലും ഒരു സെമി ജുഡീഷ്യലായിട്ടുള്ള ഒരു ജഡ്ജിൻ്റെ മുമ്പിൽ അവരിപ്പോൾ റിട്ടയർ ചെയ്താലും ശരി, അവർ അത്യുന്നതമായ ജുഡീഷ്യറിൽ ഇരുന്ന വ്യക്തിയാണ്. അവരുടെ മുമ്പിൽ പറയുന്ന ഒരു വിവരം അതിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രാൻസ്ഫർ ചെയ്യും. അവർ അധികാര സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തു. വർഷങ്ങളോളം എടുത്തെങ്കിലും അത് പോലീസിൽ വന്നു, കേസെടുത്തു. അതിനകത്ത് കുറേ പേര് നിസ്സഹരിച്ചു. എന്തായാലും ആ നിസ്സഹരിച്ചവരെല്ലാവരും ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോണം. അതുകൊണ്ട് പോലീസിന് അത് റെഫർ ചെയ്ത് കളയാനോ ക്ലോസ് ചെയ്യാനോ കഴിയില്ല. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് പോകണം. സാക്ഷികളുണ്ടെങ്കിൽ സാക്ഷി അതിനെ ആ ചാർജ് ഷീറ്റിനകത്ത് കൊടുക്കുക. എവിഡൻഷറി വാല്യൂ, ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, അതും കൊടുക്കുക. കോടതി നിശ്ചയിക്കട്ടെ. അല്ലാതെ ആ വാദിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലോസ് ചെയ്യുന്നത് അബദ്ധമാവും. അതിന് ഒരു നിയമവ്യവസ്ഥയിൽ അതിന് അധികാരമില്ല പോലീസിന്. കോഗ്നിസബിൾ ഒഫൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞാലും മതി, വാദി വരണമെന്നുമില്ല. സോമോട്ടോ ആയിട്ടും പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാം. അതുകൊണ്ട് ഇത് ഒഴിവാക്കി റിപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതല്ല. അത് കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിയമപരമായി പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിയമവ്യവസ്ഥ അങ്ങനെയല്ല. ഇന്ത്യയിലെ ഒരു പൗരനെ ആര് ചീത്ത വിളിച്ചാലും, തെറി വിളിച്ചാലും, ഉപദ്രവിച്ചാലും, കുത്തിയാലും, വെട്ടിയാലും വാദി ഗവൺമെൻറ്റാണ്. പൗരന് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന ഭരണഘടന അനുസരിച്ചാണ്. അതുകൊണ്ട് പോലീസ് അവർ നിസ്സഹരിച്ചാലും ശരി, അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തില്ല എന്ന് അവർ പറയട്ടെ. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം കള്ളമായിട്ടൊരു സെമി ജുഡീഷ്യലിൻ്റെ അവിടെ വന്ന് മൊഴി കൊടുക്കുന്നതും കുറ്റകരമാണ്. അതുകൊണ്ട് മൊഴി രേഖപ്പെടുത്തിയത് അവിടെ ഉണ്ടാവും. അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. പോലീസ് അത് എത്രയും പെട്ടെന്ന് ആ സ്പെഷ്യൽ ടീമിന് അന്വേഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ലോക്കൽ പോലീസിലേക്ക് കൊടുക്കുക. അവരത് ഡിസ്പോസ് ചെയ്തോളും. അവരത് കേസ് ചാർജ് ഷീറ്റ് കൊടുത്തോളും. എവിടെ ചെല്ലെങ്കിൽ എവിടെ ചെല്ലതായിക്കോട്ടെ. അല്ലാതെ ഇപ്പോഴത്തെ ഈ തീരുമാനം നിയമപരമായി ശരിയല്ല. അതൊരിക്കലും ചെയ്യരുത്. അത് ഹൈക്കോടതിയിൽ തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് പല റിട്ടുകളും വരാം, ഹൈക്കോടതി ഡയറക്ഷൻ വരാം. അതിനകത്ത് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ചിലപ്പം ഒരു പണിഷ്മെൻറ്റ് കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസ് ഈ 35 കേസുമായിട്ട് മുന്നോട്ട് പോവുക. അവർ നിസ്സഹരിച്ചാലും ശരി, ബാക്കിയുള്ള എവിഡൻസ് ചേർത്ത് കുറ്റച്ചാർജ് കൊടുക്കുക എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.